ഒടുവിൽ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. ഇന്ത്യയൊട്ടാകെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നതായി ഗ്യാനേഷ് കുമാർ പ്രഖ്യാപിച്ചു. കേരളമടക്കം 12 സംസ്ഥാനങ്ങളിലാണ് രണ്ടാം ഘട്ട സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ SIR നടപ്പിലാക്കുക. ഇന്ന് അർദ്ധരാത്രി മുതൽ തന്നെ ഇതിന്റെ നടപടികൾ ആരംഭിക്കും. നിലവിലുള്ള വോട്ടർ പട്ടിക മരവിപ്പിക്കുന്നതോടെ SIR നടപടികൾക്ക് തുടക്കം കുറിക്കുകയാണ്. 2 പതിറ്റാണ്ടിന് ശേഷം ആദ്യമായാണ് രാജ്യമൊട്ടാകെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുന്നത്. കേരളത്തിന് പുറമെ കേന്ദ്രഭരണ പ്രദേശങ്ങളായ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ഗോവ, പുതുച്ചേരി എന്നിവിടങ്ങളിലും ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലും വോട്ടർ പട്ടിക പരിഷ്കരിക്കും. അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളെയും രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തി. ചൊവ്വാഴ്ച മുതൽ ഇതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ് എന്ന് ഗ്യാനേഷ് കുമാർ അറിയിച്ചിട്ടുണ്ട്. നാളെ മുതൽ നവംബർ 3 വരെയാകും പ്രാഥമിക നടപടിക്രമങ്ങൾ. നവംബർ 4 മുതൽ ഡിസംബർ 12 വരെ വീടുകൾ കയറി BLOമാർ വോട്ടർമാരുടെ വിവരങ്ങൾ ശേഖരിക്കും. ഡിസംബർ 9 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ജനുവരി 8 വരെ കരട് വോട്ടർ പട്ടികയിൽ പരാതിയുണ്ടെങ്കിൽ സമർപ്പിക്കാൻ അവസരമുണ്ട്. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 7 പ്രസിദ്ധീകരിക്കുക എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചത്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നവംബർ ആദ്യവാരം പ്രഖ്യാപിക്കാനിരിക്കെയാണ് കമ്മീഷന്റെ അപ്രതീക്ഷിത നീക്കം. എന്നാൽ ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയതിനാൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മരവിപ്പിച്ച വോട്ടർ പട്ടിക ഇതുമായി ബന്ധപ്പെടുന്നതല്ല എന്നും അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തടസ്സമുണ്ടാകില്ല എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വതന്ത്ര ഇന്ത്യയിൽ നടക്കുന്ന 9ാമത്തെ SIR പ്രക്രിയയാണ് ഇനി നടക്കാനിരിക്കുന്നത്. അവസാനമായി ഇന്ത്യയിൽ SIR നടന്നത് 2002-2004 കാലയളവിലായിരുന്നു. അതായത് 21 വർഷം മുൻപ്. പുതിയ SIRനുള്ള നടപടികൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി 36 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചുവെന്നും SIR പ്രക്രിയയെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തുവെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കി. ബീഹാറിൽ നടന്ന 1ാം ഘട്ടത്തിന് പിന്നാലെയാണ് രണ്ടാം ഘട്ട SIRഉം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പീലുകൾ ഇല്ലാതെയാണ് ബീഹാറിൽ SIR പൂർത്തീകരിച്ചത് എന്നും ഗ്യാനേഷ് കുമാർ പറഞ്ഞു. അർഹരായ എല്ലാവർക്കും വോട്ട് ഉറപ്പാക്കുമെന്നും അനർഹരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കും എന്നുമാണ് ഗ്യാനേഷ് കുമാർ പറയുന്നത്. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ വിവാദ കൊടുങ്കാറ്റ് അണയും മുൻപാണ് കേരളത്തിലേക്ക് കൂടി SIR പരിഷ്കരണം എത്തുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്നും അതിന്റെ നടപടിക്രമങ്ങൾ എന്താണ് എന്നും ജനങ്ങളിൽ അവബോധമുണ്ടാക്കുന്നതിനാണ് ഈ വീഡിയോ. 2002 പുറത്തിറക്കിയ വോട്ടർ പട്ടികയാണ് സമഗ്ര പരിഷ്കരണത്തിന് ആധാരമാക്കുന്നത്. അന്നത്തെ പട്ടികയും 2025 പട്ടികയും ഒത്തുനോക്കിയായിരിക്കും സമഗ്ര പരിഷ്കരണം. അതുകൊണ്ട് തന്നെ 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ആർക്കും പുതിയ രേഖകൾ സമർപ്പിക്കേണ്ടി വരില്ല. എന്നാൽ അതിനുശേഷം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ടവർ ആധാർ അടക്കമുള്ള രേഖകൾ സമർപ്പിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ 80% ആളുകളും രേഖകൾ ഹാജരാക്കേണ്ടി വരില്ല എന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. 3 വിഭാഗങ്ങളിലായിട്ടായിരിക്കും SIRന് വോട്ടർമാരെ പരിഗണിക്കുക. 1987 മുൻപ് ജനിച്ചവരെ ഒരു വിഭാഗത്തിലും 87 2004 ഇടയിൽ ജനിച്ചവരെ രണ്ടാമത്തെ വിഭാഗത്തിലും 2004 ശേഷം ജനിച്ചവരെ 3ാം വിഭാഗത്തിലും ഉൾപ്പെടുത്തിയായിരിക്കും പരിശോധന. 2002 2025 വോട്ടർ പട്ടികയുമായി ഒത്തുനോക്കേണ്ട ചുമതല ബൂത്ത് ലെവൽ ഓഫീസർമാർക്കാണ്. 2002 ലിസ്റ്റിലും 2025 പട്ടികയിലും ഉള്ളവരെ ഒത്തുനോക്കിയ ശേഷം 2002 പട്ടികയിൽ ഉൾപ്പെടാത്ത അതിനുശേഷം പുറത്തിറങ്ങിയ 2025 വരെയുള്ള പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടർമാർ വോട്ട് പുതുക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്തെല്ലാമാണ് SIRലെ നടപടിക്രമങ്ങൾ? ആദ്യപടി വോട്ടറുടെ വിവരങ്ങൾ അടങ്ങിയ എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ചു നൽകലാണ്. ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ പ്രിന്റ് എടുത്ത് നൽകുന്ന എന്യൂമറേഷൻ ഫോം BLOമാർ വോട്ടർ പട്ടികയിലെ മുഴുവൻ വോട്ടർമാർക്കും എത്തിച്ചു നൽകും. 3-4 ദിവസത്തിനകം പൗരത്വം തെളിയിക്കുന്ന രേഖയുടെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും ഫോട്ടോയും സഹിതം പൂരിപ്പിച്ച ഫോമുകൾ കളക്ട് ചെയ്യാൻ വീട്ടിലെത്തുന്ന BLOമാരെ ഏൽപ്പിക്കണം. പൗരത്വം തെളിയിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച 12 രേഖകളുണ്ട്.
അതിൽ ഏതെങ്കിലും ഒന്നാണ് എന്യൂമറേഷൻ ഫോമിനൊപ്പം നൽകേണ്ടത്. നവംബർ 4-ന് ആരംഭിക്കുന്ന ഈ പ്രക്രിയ ഡിസംബർ 4 വരെ തുടരും. ഇതിനുശേഷം ഒരാഴ്ചയ്ക്കകം, അതായത് ഡിസംബർ 8-ന് കരട് വോട്ടർ പട്ടിക കമ്മീഷൻ പുറത്തിറക്കും. നിർദ്ദിഷ്ട സമയത്തിന് മുൻപായി ഈ ഫോം പൂരിപ്പിച്ചു നൽകിയവരുടെ പേരുകൾ പട്ടികയിലുണ്ടാകും. കരട് പട്ടികയെക്കുറിച്ച് പരാതികളോ നിർദ്ദേശങ്ങളോ അറിയിക്കുന്നതിന് ഡിസംബർ 9 മുതൽ ജനുവരി 8 വരെ ഒരു മാസം സമയം അനുവദിക്കും. ഇതിനുശേഷം ജനുവരി 31 വരെ ഹിയറിംഗിനുള്ള സമയമാണ്. ഫെബ്രുവരി 7-ന് അന്തിമ വോട്ടർ പട്ടികയും പ്രസിദ്ധീകരിക്കും. കരട് പട്ടികയിൽ പേരുള്ള ആർക്കും പിന്നീട് ഒരു രേഖകളും സമർപ്പിക്കേണ്ടി വരില്ല. പേരില്ലാത്തവർക്ക് രേഖകൾ സമർപ്പിക്കേണ്ടിയും വരും. മുകളിൽ പറഞ്ഞ 3 സമയങ്ങളിൽ ജനിച്ചവർക്ക് വെവ്വേറെ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. 1955-നും 1987-നും ഇടയിൽ ജനിച്ചവർ ഇന്ത്യൻ പൗരന്മാരായി കണക്കാക്കപ്പെടും. 1986-ലെ പൗരത്വ ഭേദഗതി നിയമപ്രകാരം 1987 ജൂലൈ 1-ന് ശേഷം ജനിച്ചവരുടെ രക്ഷിതാക്കളിൽ ആരെങ്കിലും ഇന്ത്യൻ പൗരന്മാരാണെങ്കിൽ മാത്രമേ അംഗീകാരം ലഭിക്കുകയുള്ളൂ. 2004-ന് ശേഷം ജനിച്ചവർ പൗരത്വം തെളിയിക്കുന്ന രേഖകൾ നൽകേണ്ടി വരും. 12 രേഖകളാണ് SIR-ൽ പൗരത്വം തെളിയിക്കാനായി ആവശ്യപ്പെടുന്നത്. 1. കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കോ പെൻഷനർമാർക്കോ സർക്കാർ നൽകുന്ന തിരിച്ചറിയൽ കാർഡോ പെൻഷൻ പേയ്മെന്റ് ഓർഡറോ. 2. 1987-ന് മുൻപ് ഇന്ത്യയിലെ സർക്കാരോ തദ്ദേശ സ്ഥാപനങ്ങളോ ബാങ്ക് അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളോ നൽകിയ തിരിച്ചറിയൽ കാർഡോ സർട്ടിഫിക്കറ്റുകളോ മറ്റെന്തെങ്കിലും രേഖയോ. 3. ജനന സർട്ടിഫിക്കറ്റ്. 4. പാസ്പോർട്ട്. 5. അംഗീകൃത യൂണിവേഴ്സിറ്റികളോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ നൽകുന്ന വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ. 6. അതാത് ഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന താമസ സർട്ടിഫിക്കറ്റ്. 7. വനാവകാശ സർട്ടിഫിക്കറ്റ്. 8. ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. 9. ദേശീയ പൗരത്വ പട്ടിക. 10. സംസ്ഥാന തദ്ദേശ സർക്കാരുകൾ തയ്യാറാക്കുന്ന കുടുംബ പട്ടിക. 11. സർക്കാരുകൾ നൽകുന്ന ഭവന സർട്ടിഫിക്കറ്റ്. 12. ആധാർ കാർഡ്. ഈ 12 രേഖകളിൽ ഏതെങ്കിലുമാണ് SIR-ൽ പൗരത്വം തെളിയിക്കാനായി ആവശ്യപ്പെടുന്നത്. ഇത് നൽകിയാൽ മാത്രം മതിയാകും.